റിലീജിയൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലയരയരുടെ മതപരിവർത്തന ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കേരളത്തിലെ പട്ടികവർഗ സമൂഹത്തിലെ നാലാമത്തെ വലിയ സമൂഹമാണ് മലയരയർ. ആദ്യമായി ക്രിസ്തുമതം സ്വീകരിച്ച പട്ടികവർഗ വിഭാഗം കൂടിയാണ് മലയരയർ. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ മിഷണറിമാർ പ്രാദേശിക ഭാഷയിൽ തുടങ്ങിയ സ്കൂളുകളാണ് അവരെ പുരോഗതിയിലേക്ക് നയിച്ചത്. 1849 മുതൽ CMS മിഷണറി ആയ ഹെൻറി ബേക്കർ ജൂനിയർ മലയരയരുടെ ഇടയിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതലാണ് മലയരയരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത്. സുവിശേഷ പ്രവർത്തനവുമായി തിരുവിതാംകൂറിൽ വന്ന ആദ്യ മിഷണറിമാരിൽ ഒരാളായ ഹെൻറി ബേക്കറിൻ്റെ മകനായിരുന്നു ഹെൻറി ബേക്കർ ജൂനിയർ. കൂടുതൽ അടുപ്പമുള്ളവർ അദ്ദേഹത്തെ കൊച്ചു ബേക്കർ എന്ന് വിളിച്ചിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ബേക്കർ അറിയപ്പെടുന്ന ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനും ലണ്ടൻ സുവോളജിക്കൽ സൊസൈറ്റിയുടെ അംഗവും ആയിരുന്നു. ജോലി ഉപേക്ഷിച്ച് ഒരു CMS മിഷണറിയായി തിരുവിതാംകൂറിൽ എത്തിയ ബേക്കർ 1843 മുതൽ 1878 മരണമടയുന്നതുവരെ തീഷ്ണതയോടെ തൻ്റെ കൃത്യങ്ങൾ നിർവഹിച്ചു. കോട്ടയം പള്ളത്താണ് ബേക്കർ തൻ്റെ മിഷൻ പ്രവർത്തനം ആദ്യമായി ആരംഭിക്കുന്നത്. തൻ്റെ ഒരു മിഷൻ യാത്രയിലാണ് മലയരയരെ ബേക്കർ ആദ്യമായി കാണുന്നത്. അവർ മലയോളം പ്രാചീനരായിരുന്നു എന്നാണ് ബേക്കർ ആദ്യ കാഴ്ചയെക്കുറിച്ച് തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടത്. 1848 മുതലാണ് ബേക്കർ മലയരയരുമായി നിരന്തര ബന്ധം ആരംഭിക്കുന്നത്. ആ ബന്ധം ഒരു സമൂഹത്തിൻ്റെ സമൂല പരിവർത്തനത്തിന് കാരണമായി തീർന്നു. അതിന് കാരണമായ സംഭവം ബേക്കർ തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടത് ഇപ്രകാരമാണ്: ഞാൻ പള്ളത്ത് എൻ്റെ പഠനമുറിയിൽ ആയിരിക്കുമ്പോൾ എന്നെ കാണുവാൻ കാഴ്ചയ്ക്ക് അസാധാരണമായ ചില ആളുകൾ വന്നിരിക്കുന്നുവെന്ന് എൻ്റെ ഇളയ മകൾ എൻ്റെ മുറിയിൽ വന്ന് അറിയിച്ചു. ഇത് നടന്നത് 1848 ആയിരുന്നു. അവർ കിഴക്കൻ മലകളിൽ നിന്നും വന്ന 5 പേർ ആയിരുന്നു. അവരുടെ സ്ഥലത്ത് സ്കൂൾ സ്ഥാപിക്കണം എന്ന അപേക്ഷയുമായിട്ടാണ് അവർ വന്നത്. കപ്യാർ കുര്യൻ എന്ന ഒരു റോമ സുറിയാനി ആയിരുന്നു അവരുടെ വഴികാട്ടി. വീണ്ടും ഇതേ ആവശ്യവുമായി അവർ മലയിറങ്ങി ബേക്കറിൻ്റെ അടുക്കൽ ചെന്നു. എന്നാൽ പുതുതായി തുടങ്ങിയ സഭയുടെ പ്രവർത്തനവും തിരക്കും കാരണം ബേക്കർ അത് വിസമ്മതിച്ചു. അതുമാത്രമല്ല, 45 മൈലുകൾ ദൂരത്തുള്ള ആ പ്രദേശത്ത് എത്താൻ നല്ല റോഡുകളോ വഴിയോ അന്ന് ഉണ്ടായിരുന്നില്ല. മലയരയർ പിന്മാറിയില്ല. ഇതേ ആവശ്യവുമായി അവർ വീണ്ടും മലയിറങ്ങി ബേക്കറിൻ്റെ അടുത്തെത്തി. ഒടുവിൽ വന്നവരിൽ ഒരാൾ വളരെ പ്രയാസത്തോടെ ബേക്കറോട് ഇങ്ങനെ പറഞ്ഞു: സായിപ്പ് അവറുകളെ, ഈ 5 പ്രാവശ്യം ഞങ്ങൾ മലയിറങ്ങി വന്നിരിക്കുന്നു. സത്യമായും ഒരറിവും ഞങ്ങൾക്കില്ല. നിങ്ങൾ ഞങ്ങളെ അക്ഷരം പഠിപ്പിക്കുമോ? കൂട്ടത്തിൽ മറ്റൊരാൾ ഇങ്ങനെ ചോദിച്ചു: സായിപ്പ് അവറുകളെ, വിഷൂചികയും പനിയും പിടിച്ച് എൻ്റെ കുടുംബത്തിൽ 5 പേർ ഈയിടെ മരിച്ചു. അവർ എവിടെ ആയിരിക്കുമോ പോയത്? മൂന്നാമതൊരാൾ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഞങ്ങൾക്ക് പണം തരേണ്ട സായിപ്പ് അവറുകളെ. ധാരാളം നെല്ല് ഞങ്ങൾക്കുള്ളതിനാൽ സാമ്പത്തിക സഹായമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇങ്ങനെ മലയരുടെ നിരന്തര സമ്മർദ്ദം മൂലം കിഴക്കൻ മേഖലയിലെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുവാൻ ബേക്കർ തീരുമാനിച്ചു. ബേക്കറും അനുജൻ ജോർജ് ബേക്കറും കൂടിയാണ് അവരുടെ കുടികൾ സന്ദർശിക്കുവാൻ പോയത്. ജോർജ് ഒരു പ്ലാന്റർ ആയിരുന്നു. അദ്ദേഹത്തിന് മിഷൻ പ്രവർത്തനങ്ങൾ തീരെ താല്പര്യമില്ലായിരുന്നു. മലയരയരുമായി കൂടിക്കാഴ്ചയ്ക്ക് പറഞ്ഞിരുന്ന പുഴയുടെ കരയിൽ അവർ എത്തി. എന്നാൽ മലയരയർ അന്ന് വന്നില്ല. അന്ന് രാത്രി ബേക്കറിനും ജോർജിനും അവിടെ തങ്ങേണ്ടി വന്നു. മുണ്ടികൾ ധാരാളം ഉള്ള സ്ഥലമായിരുന്നു അത്. ആ സ്ഥലത്തിന് ബേക്കർ മുണ്ടക്കയം എന്ന് പേരിട്ടു. അടുത്ത ദിവസം മലയരയർ കൂട്ടത്തോടെ കടന്നു വന്നു. ബേക്കർ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരെ അറിയിച്ചു. കുറച്ചുപേർ അത് ഇഷ്ടപ്പെടാതെ തിരിച്ചുപോയി. കൂടുതൽ പേർ ബേക്കറിൻ്റെ കൂടെ നിന്നു.
അവർക്കൊരേ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഞങ്ങളെ അക്ഷരം പഠിപ്പിക്കുവാൻ ആളുകൾ എപ്പോൾ വരും എന്ന്. അന്ന് അവരെ ആശ്വസിപ്പിച്ച ശേഷം ബേക്കർ പള്ളത്തേക്ക് മടങ്ങി. പലരും ബേക്കറെ നിരുത്സാഹപ്പെടുത്തി. ഏറ്റവും കൂടുതൽ എതിർത്തത് സ്വദേശ മിഷണറിമാർ ആയിരുന്നു. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ബേക്കർ അവരുടെ ഇടയിൽ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് 1849 മുണ്ടക്കയത്തും 1852 കൂട്ടിക്കലും എരുമപ്രായിലും 1853 മേലുകാവിലും ഇടക്കുന്നത്തും ഹെൻറി ബേക്കർ സഭകൾ സ്ഥാപിച്ചു. അതോടൊപ്പം പള്ളിക്കൂടങ്ങളും. ഹെൻറി ബേക്കറുടെ ഈ മിഷൻ യാത്രയെക്കുറിച്ചുള്ള കുറിപ്പുകളാണ് മിഷണറി പ്രസിദ്ധീകരണങ്ങളിലൂടെ പിന്നീട് ലോകശ്രദ്ധ നേടിയത്. ഈ പ്രവർത്തനങ്ങൾ അരേ മിഷൻ എന്നും പിന്നീട് അറിയപ്പെട്ടു. ഇതിലൂടെ ഹെൻറി ബേക്കർ ജൂനിയർ മലയരുടെ അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള അറിവുകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.